അവിടെ നിന്ന് ഇത് എന്തുപോലെ വടി. ഇതൊന്ന് പോയി മാറിയിട്ട് വാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ എപ്പോ വന്നു? 5:30 ഫാസ്റ്റ്. ഡി നിന്നോടല്ലേ പോയി മാറാൻ പറഞ്ഞേ? അമ്മ ഇത് നമ്മുടെ വീടല്ലേ, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് നൈറ്റ് ഡ്രസ്സാ, രാത്രി നിന്റെ മുറിയിൽ മാത്രം ഉപയോഗിക്കുന്നത്. അമ്മ ഇതൊക്കെ ഇപ്പൊ എല്ലാരും അവരുടെ വീട്ടിലിട്ടോണ്ട് നടക്കാറുണ്ട്. ഈ വീട്ടിൽ പറ്റില്ല. ഇത് ഇച്ചിരി പരിഷ്കാരം കുറഞ്ഞ വീടാ. പോയി മാറ്. അമ്മയല്ലേ പറഞ്ഞു നാട് കൊടുക്കും നാട് വേണം. സോറി. തർക്കുത്തരം പറയാതെ പോയി മാറടി. പോ. അച്ഛാ നോക്കിയേ മോള് പോയി മാറി പോ. കണ്ടോ, നിന്നോട് എത്ര തവണ പറഞ്ഞു ഇങ്ങനെ പിറുപിറുക്കരുതെന്ന്. എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയടി. ഉറക്കെ കേട്ടിട്ട് കാര്യമില്ല. സെന്റ് ജോസഫ് സ്കൂളിലെ ഇംഗ്ലീഷ് നിനക്ക് മനസ്സിലാവത്തില്ല. പോടാ. പോടാന്നാ. എന്നാ കറി എടുക്കാൻ പോകുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് എല്ലാവർക്കും എടുത്തോണ്ട് വന്നൂടെ? ആർക്കെങ്കിലും വേണമായിരുന്നോ? ഇതൊക്കെ ഒന്ന് ചോദിച്ചൂടെ? സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എന്താ അമ്മ, അമ്മയ്ക്ക് വേണോ? ഞാൻ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട. അച്ഛന് വേണോ? പിന്നെന്താ പ്രശ്നം? ജോർജ് കുട്ടി, നമുക്ക് ഈ സിനിമ പിടുത്തമൊക്കെ വേണോ? നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം അഞ്ജുവിന്റെ കല്യാണമല്ലേ? അമ്മ എനിക്കിപ്പോൾ ഉടനെ കല്യാണമൊന്നും വേണ്ട, എനിക്കിനിയും പഠിക്കണം. ഇപ്പൊ ഉടനെ നടത്താനല്ല മോളെ, ഇപ്പൊ ആലോചിച്ചാലേ 1-2 കൊല്ലത്തിനുള്ളിൽ നടക്കുള്ളൂ. പഠിത്തമൊക്കെ കഴിഞ്ഞ് 1-2 വർഷം എനിക്ക് ജോലി ചെയ്യണം, എന്നിട്ട് ആലോചിച്ചാ മതി അച്ഛാ. മോളെ ടെൻഷൻ അടിക്കണ്ട. പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് കെട്ടിയാ മതി. അല്ല ജോർജ് കുട്ടി, ഞാൻ നമുക്കിത് പറയുന്നത് പിന്നീട് ചർച്ച ചെയ്യാം. അച്ഛാ, നമ്മുടെ സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? ഇതും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇഡലി ഇതില്ലേ? ജോർജ് കുട്ടി, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ? അഞ്ജുവിന്റെ കല്യാണ കാര്യം. നിനക്കിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ? നാട്ടുകാരെന്തൊക്കെയാ പറയുന്നതെന്ന് ജോർജ് കുട്ടിക്ക് അറിയാവോ? എനിക്കറിയില്ല, നിനക്കറിയാം? അറിയാം. സാറേ, ആ ജോർജ് കുട്ടിയുടെ കേസ് എന്തായി? എന്തൊക്കെ പറഞ്ഞാലും ജോർജ് കുട്ടി ആളും എടുക്കണം. വർഷം 6 കഴിഞ്ഞു, ഇതുവരെ പോലീസുകാർക്ക് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. അല്ല സാറേ? സാറേ, കേസ് ഉപേക്ഷിച്ചോ അതോ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടോ? സാറേ, പയ്യന്റെ ബോഡി കിട്ടത്തോണ്ടാണ് അന്വേഷണം നടക്കാത്തത്. അതറിയാൻ നിനക്കൊന്നും ഉറക്കം വരില്ല അല്ലടാ. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? വെറുതെ പോലീസുകാരെ ചൊറിഞ്ഞ് ശത്രുത വരുത്തി വെക്കണ്ട. ഇതൊക്കെ ഒരു രസമല്ലിക്ക അല്ലേ? ഞങ്ങളൊക്കെ ജോർജ് കുട്ടി ഫാൻസാ. പുള്ളി നമ്മുടെ സ്റ്റാർ അല്ലേ? ആരോട് പറയാൻ? അതെ, അവരിതിപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മോനിച്ചനെ കണ്ടിരുന്നു. ഏത് മോനിച്ചൻ? നമ്മുടെ ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴക്കിട്ട് പോയാ? അത് തന്നെ. അവൻ്റെ വീട്ടിൽ നമ്മുടെ പുതിയ CA ചെന്നിരുന്നു. എന്നിട്ട് ജോർജ് കുട്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചത്. എന്ത് കാര്യം? ആ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. പക്ഷെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു. സോമൻ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. 5-6 മാസം മുമ്പ് ജോർജ് കുട്ടി രാത്രി കാലങ്ങളിൽ സംശയകരമായി കണ്ടുവരുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? ഓൻ രാത്രിയല്ലേ കേബിൾ നന്നാക്കാൻ പോലെ. ഇനിയിപ്പോ പോലീസിനെ അങ്ങനെ തൊടാൻ പറ്റില്ല, വലിയ മുതലാളിയായി പോയില്ലേ. അതൊന്നുമല്ല, ജോർജ് കുട്ടി നിരപരാധിയാ. അതുകൊണ്ടല്ലേ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഓ, ഒരു നിരപരാധി. ആ പയ്യനെ തട്ടത് അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. നാട്ടുകാർ മൊത്തം പറഞ്ഞ അത് തന്നെ. പക്ഷെ തെളിവില്ലാണ്ട് എന്നാ ചെയ്യാനാ? യോസോ എപ്പോ വന്നു? ശിക്ഷ കഴിഞ്ഞതാണോ അതോ പരോളോ? ശിക്ഷ കഴിഞ്ഞു, വരുന്ന വഴി. ഒരു ചായ എടുക്കട്ടെ? ഒരു ചായ. കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ സഹായിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആര് കൊടുക്കും? ആ ചെറുക്കൻ്റെ വീട്ടുകാർ. സർക്കാരായിരിക്കും. എന്താ ഈ സംഭവം?
അച്ഛൻ പോവാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ജോർജ് കുട്ടി ദാ ഫോൺ മറന്നു. അമ്മ അകത്തേക്ക് നോക്കിയേ. അമ്മ എന്നാ ശരിയാവില്ല. അമ്മ നിന്നാ ശരിയാവാത്ത എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ആ അമ്മ അവിടെ ഇരുന്നോട്ടെ, മോള് ചോദിക്കേ. ഞാൻ ചോദിക്കുന്നില്ല. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. വേണ്ട, അമ്മ പാര വയ്ക്കും. ആ അപ്പൊ എന്തോ വേണ്ടാതീനോ? മോള് ധൈര്യമായിട്ട് ചോദിക്കേ. ഇത് എനിക്ക് തീർച്ചയുണ്ട്, ഞാൻ പോവാം. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. നീ ഇപ്പൊ അച്ഛനോട് ചോദിച്ചാലും അമ്മയോട് ചോദിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കും. എടീ, അടുത്ത ആഴ്ച ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ലീപ്പ് ഓവറിന് പോയിക്കോട്ടെ. അതെന്താ സംഭവം? എന്ന് വെച്ചാ ഫ്രണ്ടിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പൊക്കോട്ടെ എന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എന്തോ വേണ്ടാതീനോ എന്ന്. ഒരിടത്ത് സ്ലീപ്പ് അതിന് പോണ്ട. അച്ഛൻ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. മോള് ആരുടെ വീട്ടിലാ പോന്നെ? രേഷ്മയുടെ വീട്ടില്. എവിടെ വീട്? കൂത്താട്ടൂര്. ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? വലിയ കോൺട്രാക്ടറാ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 7-8 പേരുണ്ട്. ജോർജ് കുട്ടി എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അവളെ വിടാൻ പോവാ? എല്ലാരും കൂടെ അവിടെ കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഞങ്ങളെല്ലാവരും ഗെയിംസ് കളിക്കും, കുറച്ചുപേര് കുക്ക് ചെയ്യും. ബേസിക്കലി ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ, അതായത് ഒന്ന് അടിച്ചു പൊളിക്കാൻ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനും അമ്മയോ? അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരുടെ വീട്ടിൽ കൂടാറുള്ളതാ. ആ കുട്ടിക്ക് സഹോദരന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ എന്നാ പ്രായം കാണും? അച്ഛാ പ്ലീസ്, ഇത്തവണത്തേക്ക് മാത്രം. ഇനി ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. മോളൊരു കാര്യം ചെയ്യും, അവരോട് ഇത്തവണ ഇവിടെ കൂടാൻ പറ. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഐഡിയ? എന്തു പറ്റി? അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ല. ഇവിടെ കൂടിയാൽ നമുക്ക് കുറച്ച് കാശ് ചെലവുള്ള കാര്യം. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ അല്ലേ. തിയേറ്റർ ഫുള്ള് ലോണാ. ഇതുങ്ങൾക്കെല്ലാം വെട്ടിപ്പുഴുങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അവര് ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളുന്നല്ലേ പറഞ്ഞേ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്കൊരു ദിവസം റെസ്റ്റ് കിട്ടും. നമ്മുടെ വീടിന്റെ അവസ്ഥ കണ്ടോ? അവരൊക്കെ വലിയ വീട്ടിലെ പിള്ളേരാ. അവരെല്ലാവരും കൂടി ഈ വീട്ടിൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ അടുക്കളയാണെങ്കിൽ ഭയങ്കര മോഡേൺ ആണല്ലോ. ഈ വീടൊന്ന് പുതുക്കി പണിയാൻ ഞാൻ എത്ര തവണയാണ് പറയുന്നത്. നീ ഇത്തേ പിടിച്ചു കയറി എങ്ങോട്ടാ പോകുന്നത്? അല്ല അച്ഛാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അവരൊക്കെ വലിയ വീട്ടിലേ അല്ലേ. മോളെ, ഈ അപകർഷതാബോധം നമുക്ക് പാടില്ല. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. അച്ഛാ, അവർക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എത്ര തവണ എന്നോട് ചോദിച്ചാന്നറിയോ ഇവിടെ വന്ന് കൂടിക്കോട്ടെ എന്ന്. ഞാനാ പിന്നെ. നീ ഇങ്ങോട്ട് വന്നേ. ഇതാണായിട്ട് ജനിക്കേണ്ടതായിരുന്നു ഈ അമ്മ. അതെ, മോൾ അവരെയും കൂട്ടി ഇങ്ങോട്ട് വാ. ചെലവൊന്നും നോക്കണ്ട. ചേച്ചിക്ക് അതൊരു ചേഞ്ച് ആയിരിക്കും. എങ്ങനെയുണ്ട്? ഓക്കെ. ഹായ്. എങ്ങോട്ടാ? എനിക്കും എന്റെ മോനും ഇനി നിങ്ങളെ വേണ്ട. മേരി, ഞാൻ കള്ളു കുടിച്ച് വന്നിട്ട് എന്റെ ആങ്ങളെ കൊന്നിട്ട് എന്റെ കൂടെ വീണ്ടും പോർക്കാൻ വന്നേക്കോ അല്ലേ? നീ നശിച്ചു പോകത്തുള്ളൂ നാറി. മേരി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ, അബദ്ധം പറ്റിയതല്ലേ. അബദ്ധം പറ്റിയ നിങ്ങൾക്കല്ല, എനിക്കാ. ഇറങ്ങി പോട പട്ടി. ഇനി മേലെ ഈ വഴി വന്നു പോരുത്. വന്നേക്കുന്നു. നീ വിഷമിക്കണ്ട ജോസ്, എല്ലാം ശരിയാവും. നിനക്കിപ്പോ ഒരു പണിയാണ്. ഒരു പൊറോട്ട, ഒരു പൊറോട്ട. ഈ നാട്ടിൽ എന്ത് പണിയാ ഉള്ളത്? അതും ശരിയാ. കൃഷി കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ നാടിനെ പുറത്തോട്ടി നോക്കും ജോസ്. ഇവിടെ നിന്ന് ഇനി മാറി വെക്കാന്ന് പറഞ്ഞാൽ കുടുംബത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണ്ടേ. ഇവിടെ കേബിൾ ടി വി നടത്തിയിരുന്ന ജോർജ് കുട്ടി മൂപ്പരൊരു തിയേറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഒഴിവുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ? അതിനൊക്കെ ഒത്തിരി പണം വേണ്ടേക്കാ. കാര്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു 10 സെൻറ്റ് വിൽക്കാറുണ്ട്. പക്ഷെ ആരും നല്ലൊരു വില പറയുന്നില്ല. ഒരു ചായ. രഘു, ഒരു ചായ. ഓ, പുള്ളിക്കാരനൊരു ബ്രോക്കറാ. വരുത്തണം. ഒന്ന് മുട്ടി നോക്ക. നല്ല വല്ല കച്ചവടം കയ്യിലിട്ടെങ്കിലോ.
സി ഫിലിപ്പ് മാത്യു. എന്താ പേര്? ആ, ഞാനൊന്ന് നോട്ട് ചെയ്തോളൂ. ഭർത്താവിൻ്റെ പേര്? അഡ്രസ്സ്? ആ, സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന നീ? അയ്യോ അല്ല സാറേ, ഞാൻ നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നടാ? സാറേ ആരുമില്ല സാറേ. കുറെ പേര് ഓടി പോകുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അയ്യോ ഇല്ല സാറേ. എന്റെ അടുത്ത് അഭ്യാസം എടുക്കുന്നോ? അല്ലടാ. ഇല്ല സാറേ, നീ അല്ലെന്നോ? ആന്റണി, അല്ല സാറേ. ആ സാർ, ഇവനേതാ? സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് കൊടുക്കുന്ന ഗ്യാങ്ങിൽപ്പെട്ടതാ സാർ. ബാക്കി എല്ലാവരും ഓടിപ്പോയി, ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ. ആന്റണി, ഇവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഈ രണ്ടുപേരെ കുറിച്ച്. സരിത, സാബു. സാർ, സരിത സിവിൽ സ്റ്റേഷനിലെ സ്വീപ്പറായി വർക്ക് ചെയ്യുന്നു. അവളുടെ ഭർത്താവ് സാബു അഗസ്റ്റൻ, അവനെന്തോ വണ്ടി കച്ചവടമൊക്കെയാ. ഇവരെ വീട് എവിടാന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. ഓ, ആ, ആന്റണി അതൊന്ന് അന്വേഷിച്ച് അവരെന്നെ ഒന്ന് കാണാൻ പറയണം. ശരി സാർ. ഈ വലുപ്പം മതി അമ്മേ. ആ, ഇത് മതി മോളെ. പക്ഷെ കുറച്ചുകൂടെ പയറ് വേണം. മോള് പോയി എടുത്തോണ്ട് വാ. ഇളയ സന്താനം വലിയൊരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. എന്ത് ലിസ്റ്റ്? ശനിയാഴ്ചത്തേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ്. നന്നായി പോയി. തന്നെത്താൻ വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ. ഏ എന്താ? അച്ഛാ, 2 പോലീസുകാർ പറമ്പിലൂടെ വരുന്നു. അതിന് മോൾ എന്തിനാ പേടിക്കുന്ന? മോൾ ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കാൻ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാകും. അവരെന്തിനാ നമ്മുടെ പറമ്പിലൂടെ വരുന്ന? എനിക്കറിയില്ല. അവിടെ എങ്ങനെയാണോ ജോർജ്? പേടിക്കരുത്. ഇപ്പൊ അവര് വന്ന് ബെല്ലടിക്കും. അപ്പൊ മോളെ ഒന്ന് വാതിൽ ഉറക്കണം. ഞാനോ? മോക്ക് അച്ഛനെ വിശ്വാസമുണ്ടോ? എങ്കിൽ അച്ഛൻ പറയുന്ന മോൾ അനുസരിക്കേ. ചെല്ല് ചെല്ല് ചെല്ല്. അച്ഛാ, അവരമ്മ അന്വേഷിച്ചാ വന്നിരിക്കുന്നത്. ശരി ശരി, നിങ്ങളത് ഇന്ന് രാവിലെ സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന സരിത എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് കള്ളു കുടിച്ച് മർദ്ദിക്കുന്നു, ഒന്ന് അന്വേഷിക്കണമെന്ന്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നത്. ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും അറിയാമെന്ന്. പിന്നെ രഹസ്യമായി അവരൊരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങളാണ് ഈ വിവരം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞത്, ശരിയാണോ? ശരിയാണ് സാർ, ഞാനാ പറഞ്ഞത്. ഈ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സ്ത്രീകളുടെ നിയമത്തിലുള്ള സംരക്ഷണം പലരും ദുരുപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നേ ഉള്ളൂ. ആ സ്ത്രീ പറയുന്നതെല്ലാം സത്യമാണോ? അതെ സർ. ഇതാ സ്ത്രീ പറഞ്ഞറിവാണോ അതോ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ഡോ, അവരെ വിളിക്ക്. നിങ്ങൾ പറഞ്ഞിട്ട് അവരിത് ചെയ്തതെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല സാർ. ഓഹോ, എന്നാ അറിയണ്ട. അതാ പെങ്കൊച്ചിന് നല്ലത്, മനസ്സിലായോ? ഡാ, ഇതുവരെയുള്ളത് ഞാനങ്ങ് മറക്കുക. ഇനി ഇവളെ നീ തല്ലിന്ന് അറിഞ്ഞാ എന്റെ സ്വഭാവം മാറും. ഇല്ല സാർ, ഞാൻ ചെയ്യില്ല. എന്നാ നിനക്ക് കൊള്ളാം. രണ്ടുപേരും നാളെ രാവിലെ സ്റ്റേഷനിൽ വന്ന് CSRനെ കണ്ടോളണം. ശരി സാർ. എന്നാ പൊക്കോ. ഇനി ഇവന് ഉപദ്രവിച്ച സ്റ്റേഷനിലെ നമ്പർ അറിഞ്ഞൂടെ? അങ്ങോട്ട് നേരിട്ട് വിളിച്ചാൽ മതി. സബ് കളക്ടറുടെ ഓഫീസ് വഴി വിളിപ്പിക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? ശരി സർ. എന്നാ ശരി, വരട്ടെ ചോറുട്ടി, കാണാം.